നമസ്കാരം. ഇന്ന് വൈകുണ്ഠ ഏകാദശി, ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയെയാണ് മോക്ഷദ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്ന് കരുതപ്പെടുന്നത്. ദ്വാപരയുഗത്തിൽ ഈ ദിവസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ അർജുനന് ഗീതാ ഉപദേശം നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശിയെ ഗീതാ ജയന്തി ദിനമായും കരുതപ്പെടുന്നു. ഈ ദിവസം വ്രതമെടുത്ത് ഭഗവാനെ ഭജിച്ചാൽ മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം. ഇത് ഈ വർഷത്തെ അവസാനത്തെ ഏകാദശിയാണ്. ജീവിതത്തിൽ നിങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നുണ്ടെങ്കിൽ ഈ ഏകാദശി ദിവസം ഭഗവാന് തുളസിമാല അല്ലെങ്കിൽ ജപമാല ഉപയോഗിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ജപിച്ച് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും നിങ്ങളെക്കൊണ്ടാകുന്ന സഹായം ഈ ദിനത്തിൽ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്നതാണ്. ഇന്നേ ദിവസം എല്ലാ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തരും അമ്മമാരും സ്ത്രീകളും പുരുഷന്മാരും ശ്രവിക്കേണ്ട അല്ലെങ്കിൽ ജപിക്കേണ്ട പ്രശസ്തമായ അത്ഭുത ശക്തിയാർന്ന വരികളെയാണ് പാരായണം ചെയ്യുന്നത്. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി. അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരി നാരായണായ നമഃ. ഒന്നായ നിന്നൈക രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരെങ്കൽ പദമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയങ്കലിക നാരായണായ നമഃ. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന പാപമതു തോന്നായിക വേണമിക. തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ. യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ. യാതൊന്നതൊക്കെ ഹരി നാരായണായ നമഃ. നാരായണായ നമഃ നാരായണായ നമഃ. നാരായണായ നമഃ നാരായണായ നമഃ. നാരായണ നരകസന്താപനാശക ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. അപ്പോൾ എല്ലാവരും ഈ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും ഭഗവാന്റെ നാമജപം ചൊല്ലുകയും ഹരിനാമകീർത്തനം പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഈ ദിനത്തിൽ ഭഗവാനെ ഭജിക്കുന്നത് വളരെ വളരെ ഫലം തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മുഴുവനും പാരായണം ചെയ്യുവാൻ കഴിയാത്തവർക്ക് ഭഗവാനിൽ മനസ്സർപ്പിച്ച് ഇത് കേൾക്കുകയോ ഇത്രയും പാരായണം ചെയ്യുകയോ ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ലഭിക്കുന്നതാണ്. ഈ ദിനത്തിൽ ഭഗവാന് മഞ്ഞൾപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ ഫലം ഉണ്ടാകുന്നതാണ്. അതുപോലെ 5 തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ച് നെയ്യൊഴിച്ച് ഇന്നേ ദിനത്തിൽ ഭജിക്കുന്നതും വളരെ ഉത്തമമാണ്. വ്രതത്തിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നും എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഇന്നേ ദിവസം പാവപ്പെട്ടവർക്ക്, അതുപോലെ ദരിദ്രരായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ദാനമായി കൊടുക്കുന്നതോ, ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നതോ, മധുര പലഹാരങ്ങൾ കൊടുക്കുന്നതോ വളരെ ഉത്തമമാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കും എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓം നമോ നാരായണായ.